സുലേട്ടാ നമസ്കാരം. നമസ്കാരം. തൃശ്ശൂർ രാഗം തേടിൻ്റെ ഓണറാണല്ലോ. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ ലാലേട്ടൻ്റെ തുടരെന്ന് പറഞ്ഞ സിനിമ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് സിനിമ കടന്നിരിക്കുകയാണ്. എന്ത് പറയുന്നു ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമയുടെ? എന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു മറുപടിയിലുപരി ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മറുപടിയുണ്ട്. സൂപ്പർ ഹിറ്റാണ്. സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഈ തുടരും എന്ന സിനിമ ഭേദിക്കാത്ത റെക്കോർഡുകളില്ല സിനിമകളുടെ. ഒരുവിധം എല്ലാ സിനിമകളുടെ ലാലേട്ടൻ്റെ തന്നെ പഴയ പല സിനിമകളുടെ റെക്കോർഡും ഭേദിച്ചുകൊണ്ടാണ് തുടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇത് എന്നാണ് ഈ സാധനം നിർത്താൻ പറ്റുക എന്നുള്ളത് അത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 30 days മിനിമം നമുക്കിവിടെ ആഘോഷിക്കാൻ പറ്റും എന്നുള്ളത് അറിയാം. ഒരു 50ലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഇറങ്ങിയ അന്ന് മുതൽ രാഗം തിയേറ്ററിൽ ഒരുപാട് ഷോകൾ ഹൗസ്ഫുള്ളിന്റെ ബോർഡുകൾ കണ്ടിരുന്നു. ശരിക്കും ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ല എന്നുള്ളത് സെക്യൂരിറ്റി ചേട്ടൻ വരെ പറയുന്നു കേട്ടു. തീർച്ചയായിട്ടും. എത്രമാത്രം ടിക്കറ്റ് ഇവിടെ വിറ്റുപോയിട്ടുണ്ടാവും? ടിക്കറ്റ് ഇപ്പോൾ ഇന്നത്തെ ഇത് വെച്ചിട്ട് 60,000 കടന്നു എന്നുള്ളതാണ് കറക്റ്റ് ഇൻഫർമേഷൻ. 60,000 കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് 75,000-ലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് 75,000-ലെത്തും. ഞങ്ങളിപ്പോൾ ഒരു പോസ്റ്റ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. 75,000-ലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത പബ്ലിക്കിനെ അറിയിക്കാനായിട്ട്. അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 75,000 ടിക്കറ്റ് ഒരു തിയേറ്ററിലാണ്, അതായത് എല്ലാ തിയേറ്ററിലും കൂടിയിട്ടല്ല, നമ്മുടെ രാഗത്തിൽ മാത്രം 1,00,000-നടുത്ത് ടിക്കറ്റുകൾ ഒരു സിനിമയുടെ വിറ്റു പോകുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറയുമ്പോൾ വലിയൊരു റെക്കോർഡ്, വളരെ വലിയൊരു റെക്കോർഡ് തന്നെയാണ്. അപ്പൊ 75,000-ലേക്ക് എത്തി നിൽക്കുകയാണ് അതിന്റെ ഒരു അവസ്ഥ. ഓക്കെ, സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് പറയുമ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ പ്രൊമോഷനിലും ഹൈപ്പിലും വന്നിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ തുടരും എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സിനിമ എല്ലാ റെക്കോർഡുകളും കടത്തി വെട്ടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡ്യൂസർ രഞ്ജിത്തിന്റെ ഒരു ബിസിനസ് അപ്രോച്ചിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ പല സിനിമകൾ കാണുമ്പോഴും ഭയങ്കര ഹൈപ്പിലുള്ളൊരു പ്രൊമോഷൻ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ ആ പടം ഒരു ആവറേജ് ആണെങ്കിൽ പോലും നമുക്ക് തോന്നും അത് പോരാന്ന്. കാരണം ഭയങ്കരമായൊരു ഹൈപ്പിൽ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. അതേസമയം ഒന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പോയിരുന്നിട്ട് ഈ ആവറേജ് നമുക്ക് കിട്ടിയാലും നമ്മളതിൽ സന്തോഷമായിരിക്കും. അത് സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയാം. രഞ്ജിത്ത് എൻ്റെ സുഹൃത്താണ്. പുള്ളി അത് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാറ്റിക്സ് ബിസിനസ് മാർക്കറ്റിംഗ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്